പാലക്കാട് എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. അരുൺ, 12 മണ്ഡലങ്ങളാണ്. പാലക്കാട്, ഒറ്റപ്പാലം, മലമ്പുഴ എല്ലാം അതിശക്തമായ മത്സരം തന്നെയാണ് ഇത്തവണ. എന്തായാലും അവിടെ നിന്നുള്ള വിശേഷങ്ങൾ കൂടി. തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയും പോളിംഗിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് അയ്യപുരത്തുള്ള GLP സ്കൂളിലാണ്. ഇവിടെ പാലക്കാട് നഗരത്തിലാണ്. ഈ സ്കൂളിൽ പോളിംഗിന് വേണ്ടി എല്ലാ തരത്തിലും അതിൻ്റെ മോക്ക് പോളിങ്ങും മറ്റുമൊക്കെ നടത്തി എല്ലാം ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. അല്പസമയത്തിനകം, അതായത് കൃത്യം 7 മണിയോടുകൂടെ തന്നെ പോളിംഗ് ആരംഭിക്കും. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 22,68,716 പുരുഷന്മാരും 11,56,085 സ്ത്രീകളും 20 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണ് ഉള്ളത്. അതിൽ മണ്ഡല അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ തൃത്താലയിൽ 2 ലക്ഷത്തിലേറെ, അതുപോലെ പട്ടാമ്പിയിൽ 2 ലക്ഷത്തിലേറെ, ഷൊർണൂരിൽ 2 ലക്ഷത്തിനടുത്ത് 1,99,000 അതുപോലെ ഒറ്റപ്പാലത്തിൽ 2 ലക്ഷത്തിലേറെ, കോങ്ങാട് 1,82,000, മണ്ണാർക്കാട് 2 ലക്ഷത്തിലേറെ, മലമ്പുഴയിൽ 1,95,000, പാലക്കാട് 1,76,000, തരൂരിൽ 1,64,000, ചിറ്റൂരിൽ 1,72,000, നെന്മാറയിൽ 1,81,000, ആലത്തൂരിൽ 1,65,000 എന്നിങ്ങനെയാണ് വോട്ട് ഉള്ളത്. അതിൽ തന്നെ 8,825 പ്രവാസി വോട്ടർമാരുണ്ട്, 14,579 ഹോം വോട്ടർമാരുണ്ട്. പോളിംഗ് ബൂത്തുകൾ 2,531 ആണ് ഉള്ളത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ജില്ലയിൽ സജ്ജമാക്കിയത് 2,531 പോളിംഗ് ബൂത്തുകളാണ്. ഏതായാലും പോളിംഗിന് മോക്ക് പോളിംഗും മറ്റ് നടപടികളും ഒക്കെ പുരോഗമിച്ചു. അത് കൃത്യമായിട്ട് തന്നെ വിലയിരുത്തി. യാതൊരു പ്രശ്നവും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. മെഷീൻ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. വോട്ടർമാരും ഇതിനോടകം തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഒരുപാട് വോട്ടർമാർ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ തന്നെ വന്നാണ്. അതെ അതെ, ഞങ്ങൾ എപ്പോഴും നേരത്തെ എത്തും. ആദ്യം വോട്ട് ചെയ്യാൻ വരും. ഈ രാവിലെ തന്നെ എത്തി ഈ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളൊരു ശീലമാണ്. അതെ അതെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആക്ടിവിറ്റീസ് അമ്പലത്തിലൊക്കെ പോകാനുണ്ട്. അതിനൊക്കെ വേണ്ടി നേരത്തെ എത്തും. നേരത്തെ തന്നെ എത്തിയോ? നേരത്തെ ചെയ്യണം. ഇങ്ങനെ നേരത്തെ മറ്റുള്ള ബൂത്തിലും കൂടി ശ്രദ്ധിക്കേണ്ടി വരും. നേരത്തെ ഒരുപാട് പേരുണ്ട്. ആദ്യ വോട്ടർ ഇദ്ദേഹമാണ് തോന്നുന്നില്ലേ അല്ലേ? ആദ്യം എത്തിയത് നിങ്ങളാണ് തോന്നുന്നില്ലേ? ആദ്യം ചേട്ടനാണ് എത്തിയത്. എവിടുന്ന് വരാണ്? ബാക്ക് തന്നെ വരും. എപ്പോഴും ഇങ്ങനെ നേരത്തെ വന്ന് ഇപ്പം എല്ലാ വോട്ടും മുന്നോട്ട് വരും. എന്താണ് ഈ രാവിലെ തന്നെ വോട്ട് ചെയ്യാന്നുള്ളത് ഒരു ശീലമാണ്. അതെ. ഏതായാലും ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും രാവിലെ നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ? വന്നിരുന്നു. നേരത്തെ വന്നാൽ നേരത്തെ ചെയ്ത് പോകാം. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അതെ, അതാണ്. വീട്ടമ്മമാരുൾപ്പെടെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ എത്രയും വേഗം വോട്ട് ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമുക്ക് കരുതി എത്തുന്ന ആളുകളുണ്ട്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജില്ലയിൽ വലിയ കനത്ത ചൂട് അനുഭവപ്പെടുന്ന ജില്ലയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി പോയാൽ പിന്നെ വെയിലിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തണ്ട എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം എപ്പോഴും രാവിലെ ഒരു 11-12 മണി വരെയുള്ള ആ സമയത്താണ് പാലക്കാട് ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് വേനലായതുകൊണ്ട് പോളിംഗ് കനത്ത രീതിയിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ളത്. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് വെയിൽ കണക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ പൊതുവെ പോളിംഗ് ബൂത്തിലേക്ക് എത്താതിരിക്കുന്ന സാഹചര്യം മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കും ഇത്തവണയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഏതായാലും എല്ലാ ഇടത്തും പോളിംഗ് ബൂത്തുകളിൽ ഇതുവരെ യന്ത്ര തകരാറുകളോ മറ്റോ ഒന്നും മോക്ക് പോളിംഗിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റ് പ്രശ്നങ്ങളോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ജില്ലയിൽ വലിയ രീതിയിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നിൽക്കുന്ന പാലക്കാട് മണ്ഡലം തന്നെയാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലം നമുക്കറിയാം NDA ശക്തമായ രീതിയിൽ ഇവിടെ ഉള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ E ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഏതാനും വോട്ടുകൾക്ക്, നിസ്സാര വോട്ടുകൾക്കാണ് BJP അല്ലെങ്കിൽ NDA ഇവിടെ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മലമ്പുഴ മണ്ഡലത്തിലും സമാനമായ രീതിയിൽ NDA വലിയ മുന്നേറ്റം നടത്തി 2ാം സ്ഥാനത്തെത്തി. അവിടെയും നിസ്സാര വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഒപ്പം ഷൊർണൂർ, ഒറ്റപ്പാലം തുടങ്ങിയ മണ്ഡലങ്ങളിലുമൊക്കെ BJPയും NDAയും വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള മണ്ഡലങ്ങളാണ്. കേരളത്തിൽ തന്നെ BJP പ്രതീക്ഷ വയ്ക്കുന്ന, NDA പ്രതീക്ഷ വയ്ക്കുന്ന ഒട്ടനവധി മണ്ഡലങ്ങൾ പാലക്കാട് ജില്ലയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. മാത്രമല്ല നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ കാലയളവിൽ പാലക്കാട് സാക്ഷ്യം വഹിച്ചു എന്നതുകൂടെ എടുത്തു പറയേണ്ടതാണ്. കാരണം കോൺഗ്രസിൻ്റെ MLA കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യം കഴിഞ്ഞ 2021 മെട്രോമാൻ E ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഷാഫി പറമ്പിലായിരുന്നു പാലക്കാട് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ ലോക്സഭയിലേക്ക് പാലക്കാട് ജനതയെ വഞ്ചിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ പോയി എന്നുൾപ്പെടെയുള്ള വലിയ രൂക്ഷ വിമർശനങ്ങൾ അന്ന് ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഷാഫി പറമ്പിൽ
പോയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി എത്തി. രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ നിരവധി സ്ത്രീകളുടെ ലൈംഗിക പീഡന പരാതികളിലൊക്കെ പെട്ട് വലിയ രീതിയിൽ പാലക്കാടൻ ജനതയെ തന്നെ നാണക്കേടിൽ ആഴ്ത്തുന്ന സാഹചര്യമായിരുന്നു. അതിനുശേഷം പിന്നാലെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലറായ പ്രശോഭ് സി വത്സൻ എന്ന കൗൺസിലർ ഒരു 22 വയസ്സ് മാത്രം പ്രായമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും അത് വലിയ രീതിയിൽ പരാതിയാവുകയും ഇപ്പോഴും കൗൺസിലർ ഒളിവിൽ കഴിയുന്ന ഒരു സ്ഥിതിയും പാലക്കാട് ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ആ വിഷയങ്ങൾ നിരവധി കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതികളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടെയാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിലവിലേതായാലും പോളിംഗ് പാലക്കാട് ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും ആരംഭിച്ചിരിക്കുകയാണ്. ശരി അരുൺ, അങ്ങനെ പാലക്കാട്ട് വോട്ടർമാരെല്ലാം ഇടം പിടിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. വളരെ നേരത്തെ തന്നെ ആ കാഴ്ചയാണ് കണ്ടത്. നമുക്ക് നേരെ കോട്ടയത്തേക്ക് പോകാം. കോട്ടയം പാലായിൽ നിന്ന് മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, കോട്ടയം എത്രത്തോളം സജ്ജമായി കഴിഞ്ഞു? പാലയിലൊക്കെ അതിശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. കോട്ടയം, പാല, കാഞ്ഞിരപ്പള്ളി, ഇവരിൽ പൂഞ്ഞാർ, ഇതെല്ലാം ശ്രദ്ധാകേന്ദ്രങ്ങൾ കൂടിയാണ്. എന്തായാലും അവിടെ നിന്നുള്ള വിശേഷങ്ങൾ കൂടി. 1791 ബൂത്തുകളാണ് കോട്ടയം ജില്ലയിൽ ആകെയുള്ളത്. ശക്തമായ ത്രികോണ പോരാട്ടമാണ് ഇത്തവണ കോട്ടയത്ത് നടക്കുന്നത്. നേരത്തെ UDF-ന് മേൽക്കൈയുള്ള ജില്ല അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള മേഖലകൾ എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ. കോട്ടയം ശക്തമായ പ്രകടനത്തോടുകൂടി പലയിടത്തും ത്രികോണ മത്സരമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, പാല തുടങ്ങിയ മേഖലകളിൽ അതിശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് NDA ഉണ്ട്. ഷോൺ ജോർജ്, PC ജോർജ്, കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ എന്നിവർ ഈ 3 മണ്ഡലങ്ങളിൽ ശക്തമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോട്ടയത്തെ രാഷ്ട്രീയ കാലാവസ്ഥ തന്നെ മാറ്റിയെഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പാകും ഇത്തവണ ഉണ്ടാവുക. അതിൽ എത്രത്തോളം പോളിംഗ് ശതമാനത്തിലടക്കം പ്രതിഫലനം ഉണ്ടാകും എന്നുള്ളതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ അറിയാൻ ഉള്ളത്. കോട്ടയത്ത് ഞാൻ നിൽക്കുന്നത് പാല സെൻറ് തോമസ് സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലാണ്. ഇവിടെ 5:30 തന്നെ പുലർച്ചെ മോക്ക് ട്രയൽ പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ സാധന സാമഗ്രികൾ, പോളിംഗ് സാമഗ്രികളെല്ലാം പ്രവർത്തനക്ഷമമാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ടെസ്റ്റുകൾ പൂർത്തിയായിരിക്കുന്നു. മോക്ക് പോളിംഗ് പൂർത്തിയായിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഉള്ളത് പോളിംഗ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെല്ലാം സജ്ജമായി കഴിഞ്ഞു. ഏകദേശം 50ഓളം മോക്ക് പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രവർത്തനക്ഷമമാണ്. മറ്റു പ്രശ്നങ്ങൾ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇനി 7 മണിയോടുകൂടി ഇവിടെ പോളിംഗ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വോട്ടർമാർ എത്തി തുടങ്ങും. ഇപ്പോൾ നിലവിൽ ഇവിടെ വരിയില്ല, ക്യൂ ഇല്ല, വോട്ടർമാർ എത്തിയിട്ടില്ല. പുലർച്ചെ 7 മണിയോടുകൂടി അടുത്ത നിമിഷങ്ങളിൽ തന്നെ കൂടുതൽ വോട്ടർമാർ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതിനുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിയപ്പോൾ പ്രത്യേകിച്ച് കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാതെ തന്നെ ഇവിടുത്തെ മോക്ക് ട്രയൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ജോസ് കെ മാണി, കേരള കോൺഗ്രസ് മാണിയുടെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി വോട്ട് രേഖപ്പെടുത്തുന്നത്. തൊട്ടപ്പുറത്ത് പുലിയന്നൂർ ആശ്രാമം സ്കൂളിലാണ് ഷോൺ ജോർജ്, NDAയുടെ സ്ഥാനാർത്ഥി, വോട്ട് രേഖപ്പെടുത്തുന്നത്. ഈരാറ്റുപേട്ട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൂഞ്ഞാറിൽ PC ജോർജ് വോട്ട് രേഖപ്പെടുത്തുന്നത്. രാവിലെ 9 മണിയോടുകൂടി പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം PC ജോർജ്, ഷോൺ ജോർജ്, കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ, VN വാസവൻ ഏറ്റുമാനൂരിൽ ഇടത് സ്ഥാനാർത്ഥി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത്, അങ്ങനെ പ്രമുഖരായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയിലുള്ള സമയത്ത് വോട്ട് രേഖപ്പെടുത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 1791 ബൂത്തുകളും കോട്ടയം ജില്ലയിൽ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. വോട്ടർമാർ എത്തി തുടങ്ങി. രാവിലെ 7 മണിയോടുകൂടി തന്നെ മിക്കയിടങ്ങളിലും വരിയിലുള്ള വോട്ടർമാർ ആദ്യം വോട്ട് രേഖപ്പെടുത്തി നടപടിക്രമങ്ങളിലേക്ക് കടക്കും. നിലവിൽ ബൂത്ത് ഏജന്റുമാരും ഒപ്പം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ബൂത്ത് ഏജന്റുമാരായിട്ടുള്ള വ്യക്തികളുമൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പാലാ സെൻറ് തോമസ് സ്കൂളിലെ ബൂത്തിൽ പോളിംഗ് സ്റ്റേഷനിൽ നിലവിൽ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ വരി ഇല്ല, വോട്ടർമാർ എത്തി തുടങ്ങിയിട്ടില്ല. ഉടൻ തന്നെ വോട്ടർമാർ എത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. എന്തായാലും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുകയാണ് കാഞ്ഞിരപ്പള്ളി, പാല, പൂഞ്ഞാർ അടക്കമുള്ള കോട്ടയം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ വിലയിരുത്തേണ്ടത്. അതെ, പാലായിൽ നിന്നും മിഥുൻ മുരളിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിന് നേരെ നമുക്ക് മിഥുൻ പിള്ളയിലേക്ക് പോകാം. മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, 11 മണ്ഡലങ്ങൾ, മുഖ്യമന്ത്രിയുടെ മണ്ഡലം ഉൾപ്പെടെ ശ്രദ്ധാ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏത് രീതിയിലാണ് പോളിംഗ് എന്നുള്ളതും ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തെല്ലാം ഘടകങ്ങളായിരിക്കും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുക ജനം എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി മിഥുൻ.
രോഹിണി, ജനാധിപത്യത്തിൻ്റെ ആഘോഷത്തെ അത് പൂർണ്ണ രീതിയിൽ എടുത്തുകൊണ്ട് തന്നെയാണ് കണ്ണൂരിലെ ജനത മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തളാപ്പ് മിക്സഡ് UP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലാണ്. അവിടെ 2 ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 2 ബൂത്തുകളിലും വോട്ട് ചെയ്യാൻ ഇപ്പോൾ തന്നെ ആളുകൾ എത്തിത്തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് സംസ്ഥാനത്ത് 2040 പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളതിൽ ഏതാണ്ട് 771 പ്രശ്നബാധിത ബൂത്തുകളുമുള്ളൊരു ജില്ല കൂടിയാണ് കണ്ണൂർ എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. മാത്രമല്ല, നമുക്കറിയാം ജില്ലയിൽ ഏതാണ്ട് 11,24,959 സ്ത്രീ വോട്ടർമാരും അതുപോലെ തന്നെ 10,82,014 പുരുഷ വോട്ടർമാരും 11 ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ 21,76,084 വോട്ടർമാരാണ് മൊത്തം ഉള്ളത്. അതുപോലെ തന്നെ ജില്ലയിൽ ഈ വോട്ടർമാർക്കെല്ലാം തന്നെ വോട്ട് ചെയ്യാനായി 2,183 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതുകൂടാതെ സുരക്ഷയ്ക്കായി വലിയ ഒരു സന്നാഹം തന്നെ കണ്ണൂർ ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 6,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. സിറ്റി പരിധിയിൽ കേന്ദ്രസേനയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസും ഉൾപ്പെടെ 20 കമ്പനി സേനയും ഉൾപ്പെടെ ഏതാണ്ട് 1,500 പോലീസുകാരും ഇവിടെയുണ്ട്. അതിൽ വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ 771 പ്രശ്നബാധിത ബൂത്തുകൾ കണ്ണൂർ ജില്ലയിലുണ്ട്. ഇവിടെയൊക്കെ തന്നെ പ്രത്യേക സുരക്ഷയും ഏതാണ്ട് 493 മൈക്രോ ഒബ്സർവർമാരെയും നിയോഗിച്ചിട്ടുമുണ്ട്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം 7 മണിയോടുകൂടിയാണ് പോളിംഗ് ആരംഭിക്കുക. ആ സമയത്ത് തന്നെ ആദ്യ ഘട്ടത്തിൽ തന്നെ വോട്ട് ചെയ്ത് പോകുവാനായി ഇപ്പോൾ തന്നെ വോട്ടർമാർ ഇവിടെ എത്തി ഇടം പിടിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൂടെ തന്നെ ഈ കണ്ണൂർ ജില്ലയിൽ 48 മണിക്കൂർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇന്ന്, അതായത് ഏപ്രിൽ 7 മുതൽ ഇന്ന് വൈകുന്നേരം വരെ ആ ഒരു നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട്. സമ്പൂർണ്ണ മദ്യനിരോധനവും നമുക്കറിയാം സംസ്ഥാനത്ത് ഉടനീളം നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഏതായാലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കണ്ണൂർ ജില്ലയിലെ പോളിംഗ് പൂർത്തിയാക്കാനുള്ള ശ്രമകരമായ ദൗത്യത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ എമ്പാടുമുള്ളത്. പക്ഷേ കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. പയ്യന്നൂരും തളിപ്പറമ്പിലും അടക്കമുണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കും, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏതെങ്കിലും രീതിയിൽ അത് പ്രതിഫലിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഏതായാലും ഇനി വെറും 25 മിനിറ്റ് മാത്രമാണ് പോളിംഗ് ആരംഭിക്കാനുള്ളത്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞു. മോക്ക് പോളിംഗ് ഏതാണ്ട് 6 മണിയോടുകൂടി തന്നെ മോക്ക് പോളിംഗ് അടക്കം നടത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ, അതായത് ഈ പോളിംഗ് സ്റ്റേഷനുകളിലെ എല്ലാ സജ്ജീകരണങ്ങളും അവർ പൂർത്തിയാക്കി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. വലിയ ആവേശത്തിൽ തന്നെ വോട്ടർമാരെല്ലാവരും ഇപ്പോൾ തന്നെ പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. രോഹിണി, ശരി മിഥുൻ. ഇപ്പോൾ പല പോളിംഗ് ബൂത്തുകളിലും അങ്ങനെ വോട്ടർമാർ നിരന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിരാവിലെ തന്നെ തുടക്കത്തിൽ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ വോട്ടർമാർ എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നമുക്ക് നേരെ ഇനി